ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു പിക്കനി. ഇന്നത്തെ വ്ളോഗിൽ ನಾನು ಮೀರಾಜಿನ നോമ്പിൻ്റെ ആ നോമ്പിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കാട്ടിത്തണ്ട്. നമ്മുടെ ഒരു കടായിಗೆ 2 ടേബിൾ സ്പൂൺ എത്ര ഓയിൽ ഇട്ടിട്ടുള്ള 3 കാർഡമം ഏലക്ക ഇട്ടിട്ടുള്ള പിന്നെ ഒരു 3 പെറ്റൽൻ്റെ എത്ര സ്റ്റാർ അനീസ് പെറ്റൽസ് ഉണ്ടല്ലേ അത് ഇട്ടിട്ടുള്ള 2 ഇഞ്ച് എത്ര സിനമോൺ സ്റ്റിക്കും 4 ക്ലോവ്സ് ആഡ് ആക്കിയോളൂ. ಹಾಫ್ ಟೀ ಸ್ಪೂನ್ ಎತ್ತರ ಪೆಪ್ಪರ್ ಆ್ಯಡ್ ಹಾಕಿಯಲ್ವ, ഒരു പാതി ജാവിത്രി ആഡ് ആക്കിയಲ್ವ. ഇതെല്ലാം ആഡ് ആക്കിയിട്ട് 1.5 ടേബിൾ സ്പൂൺ എത്ര കൊറിയാൻഡർ സീഡ്സ് ആഡ് ആക്കിയല്ലോ. പിന്നെ ഇതിലൊಟ್ಟಿಗೆ ഹാഫ് ടേബിൾ സ്പൂൺ എത്ര ബഡി സോംഫ് ആഡ് ആക്കിയല്ലോ. ഇതെല്ലാം ഇട്ടിട്ട് ലൈറ്റ്ലി അതിൽ റോസ്റ്റ് ആക്കി എടുത്തോളൂ. അതിൽ നൈസ് ഒരു സ്മെൽ ಬಂಡೆ തോലോ. പിന്നെ ഇതിൽ ഞങ്ങൾ ಚಿಲ್ಲಿ ಆ್ಯಡ್ ಹಾಕಿಯಲ್ಲೋ, ഇവിടെ 2 ಟೈಪ್ ಚಿಲ್ಲಿ ಆ್ಯಡ್ ಹಾಕಿಯಲ್ಲೋ ಉಂಟು. ഇവിടെ ಇದೆಲ್ಲ ಸ್ಪೈಸಸ್ ಕರಿಕೋಗು ತೀರಾ ಜಸ್ಟ್ ಅದ್ರ ಕಲರ್ ಚೇಂಜ್ ಆಯಪ್ಪ ನಾವು ഇവിടെ ಚಿಲ್ಲಿ ಆ್ಯಡ್ ಹಾಕಿಯಲ್ವ. ಡ್ರೈ ರೆಡ್ ಚಿಲ್ಲಿ ಆ್ಯಡ್ ಹಾಕಿಯല്ലോ. 4-5 ಬ್ಯಾಡಿಗೆ ಮೂಲവും ഒരു 3 കാശ്മീർ റെഡ് ചില്ലി ആഡ് ആക്കിയോണ്ടേ. പിന്നെ ഹാഫ് ഓണിയൻ ഇട്ടിട്ട് നല്ല ഞങ്ങൾ അതിലും ഫ്രൈ ആക്കി എടുത്തോളൂ. ചില്ലീസ് എല്ലാം തെല്ല് ഇങ്ങനെ പഫ് പോലെ ആവിടല്ലേ, അപ്പൊ ഞങ്ങൾ അതിൽ എടുത്തു വിടുന്നു. ചപ്പയാവുക വെച്ച് വിടുക. അത്രത്തോളം ഞങ്ങൾ ഇതിൽ ലൈറ്റ്ലി വെച്ചിട്ട് ഫ്രൈ ആക്കുന്നു. സോ ഇതുപോലെ ആയെങ്കിൽ ഞങ്ങൾ ഇതിലെടുത്തിട്ട് ഇപ്പൊ ചപ്പയാവുക വെച്ച് വിടുക. പിന്നെ ഇതിന് മേലെ ഞാനൊരു കുക്കർ വെച്ചോണ്ടുള്ള മസാല ആക്കുക. ഇത് ഇവിടെ ഞങ്ങൾ പ്രിപ്പയർ ആക്കിയിട്ടുള്ള നാടൻ ചിക്കൻ കറി. പിന്നെ ഞാൻ ഇവിടെ 2 വലിയ സ്പൂണിൻ്റെ അത്ര ഓയിൽ ആഡ് ആക്കിയോണ്ട് 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഫൈൻ ചോപ്പ് ആക്കിയ ഗാർലിക്കിനെ ആഡ് ആക്കിയോണ്ട് കൊറിയ കറി ലീവ്സ് ആഡ് ആക്കിയിട്ട് 3 വലിയ സൈസിൽ ഓണിയൻ്റെ സ്ലൈസസിൽ കട്ടാക്കിയിട്ട് ആഡ് ആക്കിയോളൂ. പിന്നെ അത് ഗോൾഡൻ കളർ അവിടെ തോന്നുന്ന ഫ്രൈ ആക്കി എടുക്കുന്നു. ഇപ്പൊ ഇതിൽ 2-3 നിമിഷം ഇതിൽ നല്ല ഫ്രൈ ആക്കിയാൽ പിന്നെ ഇതിൽ 1 ടീസ്പൂൺ എത്ര ജിഞ്ചർ പേസ്റ്റ് ആഡ് ആക്കിയಲ್ವಾ. ഗാർലിക് ഫൈൻ ആയിട്ട് ചോപ്പ് ആക്കി ആഡ് ആക്കുന്നു. പിന്നെ ജിഞ്ചർ പേസ്റ്റ് ആക്കി ആഡ് ആക്കിയൊന്നു നല്ല ആഡ് ആക്കിയാൽ പിന്നെ ഇതിലും നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇതിലിപ്പ തെല്ല് സോൾട്ട് ആഡ് ആക്കിയൊന്നു. ടേസ്റ്റിന് ഞങ്ങൾ എത്ര ഞങ്ങൾ ചിക്കൻ പിന്നെ ആഡ് ആക്കുക അതിൽ അക്കോർഡിംഗ് ഇപ്പമേ സോൾട്ട് ആഡ് ആക്കുക. ഞങ്ങൾ അതിൽ അക്കോർഡിംഗ് സോൾട്ട് ആഡ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിന് നല്ല ഗോൾഡൻ കളർ ಬಂಡೆತೋಲು ಮುಚ್ಚಿಟ್ಟು ಬೇಯೋಕೆ വെച്ച് ಬಿಡ್ರೆ. അത്രത്തോളം ഞങ്ങളെ മസാല ചപ്പയായിട്ട് അതിൽ മിക്സിയിൽ ജാറിക്കിട്ടിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഫൈൻ ആയ പേസ്റ്റ് ആക്കി എടുത്തോളൂ. ഇങ്ങനെ ഫൈൻ ആയ പേസ്റ്റ് ആക്കിയാൽ പിന്നെ ഒരു സൈഡിൽ വെച്ച് വിടുക. അത്രത്തോളം ഞങ്ങളെ ഓണിയനും നല്ലതായിട്ട് ഗോൾഡൻ കളർ വന്നിട്ട് ഇപ്പൊ ഇതിൽ ഞങ്ങൾ മിക്സ് ആക്കിയിട്ട് ഇതിൽ ഞങ്ങൾ ഇപ്പൊ ടൊമാറ്റോ ആഡ് ആക്കിയല്ലോ. ഇവിടെ 4 വലിയ സൈസിൽ ടൊമാറ്റോ എടുത്തോളൂ. ഓണിയന്റെ കാണാൻ തെല്ല് ടൊമാറ്റോ കൂടി ഈ കറിക്ക് യാറെ യൂസ് ആവുള്ളൂ. സോ 4 വലിയ സൈസിൽ ടൊമാറ്റോ സ്ലൈസസിൽ കട്ട് ആക്കിയിട്ട് ആഡ് ആക്കിയിട്ട് നല്ല മിക്സ് ആക്കിയല്ലോ. ഇത് നല്ല മിക്സ് ആക്കിയാൽ പിന്നെ ഇത് കൊറിയ ഫൈൻ ആയിട്ട് ചോപ്പ് ആക്കി കൊറിയാൻഡർ ലീവ്സ് ആഡ് ആക്കിയല്ലോ. കൊറിയാൻഡർ ലീവ്സും അതിലൊട്ടും ഫൈൻ ആയിട്ട് ഞങ്ങൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടല്ലേ മസാല അതിൽ എല്ലാം ആഡ് ആക്കിയിട്ട് നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയല്ലോ. ഇത് വേഗമേ അവിടെ ഒരു കറി ആയിത്തേക്ക് പിന്നെ തിന്നോക്കും ചമ്മ നല്ല ടേസ്റ്റ് ആയിത്തേക്ക്. ഈ കറിക്ക് തെല്ല് ഓയിൽ യാറെ യൂസ് ആക്കാറ്. സോ അതിൽ പിന്നെ ഞങ്ങൾ മിക്സിയിലെ മസാലക്കറല്ലേ അതിൽ തെല്ല് തന്നിട്ടത് അതിൽ മിക്സ് ആക്കിയിട്ട് അതും ആഡ് ആക്കിയല്ലോ. അതിലിട്ടത് നല്ല സ്പൂണിൽ മിക്സ് ആക്കിയിട്ട് ഇതിൽ ഞങ്ങൾ 3 വിസിലാക്കി എടുക്കുന്നു. ഇപ്പൊ ഞങ്ങൾ ഇതിൽ ചിക്കൻ ആഡ് ആക്കിയിട്ട് കാലി മസാലയും പിന്നെ ഓണിയൻ ടൊമാറ്റോ എല്ലാം ഇട്ടിട്ട് അതിൽ നല്ല 3 വിസിലാക്കി എടുത്തോളുക. അതായത് പിന്നെ നല്ല ചപ്പയാൽ പിന്നെ കുക്കർ ഞങ്ങൾ ഇപ്പൊ മസാലയുടെ കൂടെ ഞങ്ങൾ നോക്കുക. നല്ലതായിട്ട് ഞങ്ങൾ ഓണിയൻ ടൊമാറ്റോസ് എല്ലാം സോഫ്റ്റ് ആയിട്ട് നല്ലതായിട്ട് വെന്തിരും. ഞങ്ങളെ മസാല കൂടെ നല്ലതായിട്ട് അതിൽ സ്മെൽസും എല്ലാം പോയിട്ട് ഇപ്പൊ ഇതിന് ഞങ്ങൾ ചിക്കൻ ആഡ് ആക്കിയಲ್ವಾ. ഞാൻ ഇവിടെ 1/2 kg തെല്ലി 6 ചിക്കൻ എടുത്തോണ്ട്. സോ ഞങ്ങൾ ജണ്ടാലെ ഉള്ളി ഇന്റെ ನಾನು എൻ്റെ മമ്മരും ബ്രദറും ഇൻവൈറ്റ് ആക്കിന്നെ. സോ ನಾನು ಅದಕ್ಕೆ 1/2 kg തെല്ല് 6 ചിക്കൻ എടുത്തോണ്ട് ഇട്ടിട്ട് നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇപ്പൊ ഞങ്ങൾ ഇതിൽ പാടെ ലിട്ടിട്ടത് ഒരു ജണ്ടില് 3 വിസിലാക്കിയിടുക. ഞാൻ ഇവിടെ തെല്ല് സോഫ്റ്റ് ആൻഡ് ജ്യൂസി പതിയ ചിക്കൻ തന്നെ ಅದಕ್ಕೆ 3 സീറ്റി ആക്കി എടുത്തോണ്ട് ഇത് വേഗമേ ആവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്കിയെടുക്കാം. ഇത് 3 സീറ്റി ആയ പിന്നെ ഞങ്ങൾ ഇതിൽ ഓപ്പൺ ആക്കിയിട്ട് നോക്കുക. ഇവിടെ 3 സീറ്റി ആയിട്ട് ഞങ്ങൾ ചിക്കനും എല്ലാം നല്ലതായിട്ട് കുക്കായിട്ട് ചിക്കനും നല്ല കറക്റ്റായിട്ട് വെന്തിട്ട് പിന്നെ അതിലെ സ്മെൽസ് എല്ലാം പോയിട്ട് റോ സ്മെൽ എന്തിന്നത് മസാലയെല്ലാം പോയിട്ട് ഓയിലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മേല് വന്നിട്ട് കറക്റ്റായിട്ട് ഞങ്ങളെ ചിക്കൻ്റെ കറി റെഡി ആയിട്ട് ഇവിടെ ഞാൻ ഇത് മണരെ എടുത്ത് ഇപ്പം ഇത് ട്രാൻസ്ഫർ ആക്കി വിടുറേ.
ഇപ്പൊ ഇതിಗೆ ನಾನು ಕೊರಿಯನ್ ಮೀಲ್ಡ್ ಕೊರಿಯಾಂಡರ್ ಲೀವ್ಸ್ പിന്നെ കറി ലീവ്സ് ഒട്ടുകു ഫൈനായിട്ട് ചോപ്പ് ആക്കിയിട്ട് ആഡ് ആക്കിയോണ്ട് നല്ല സ്മെൽ തണ്ട് കറിക്ക് ആഡ് ആക്കിയിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ മുച്ചിട്ട് തെല്ലാത്ത വെച്ച് പോടുക ಅತ್ರತೋಲ ಇದ್ರೊಟ್ಟಿಗೆ ನಾನು ಕಾಂಬಿನೇಷನ್ ಆಯ್ತು ಪತ್ರ ಹಾಕ್ಯಂಟುಲ್ಲಿ ರೈಸ್ರು ಪತ್ರ ನಿಂಗ ಚಪಾತಿ ಅಂಗನ അതേ പോലെ ഇത് റൈസ് പത്ര ആക്കാം ഇതിക്ക് ഞാൻ നല്ല വെച്ച ഉള്ള തണ്ണീര് ഇട്ടിട്ട് തെല്ല ആഡ് ആക്കിയിട്ടുള്ളി റൈസ് ഫ്ലോർ ഞാൻ ഇവിടെ 3 കപ്പ് എടുത്തോണ്ട് തെല്ല സോൾട്ട് ആഡ് ആക്കിയോണ്ട് ആഡ് ആക്കിയിട്ട് തെല്ല ആക്കിയിട്ട് വെച്ച തന്നെ ഇട്ടത് നല്ല ആക്കിയിട്ട് അದ್ರ പിട്ട ಅಂಟಾಕಿ എടുക്കണം ഞങ്ങൾ ഡോരെ പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ചപ്പാത്തിക്ക് ആക്കರಲ್ಲಿ അതേ പോലെ നീരാക്കി എടുക്കണം ನೀರಾಕಿತ್ತು ತೆನ್ನಾರಾದ್ರೆ ರೆಸ್ಟ್ಗೆ ನಾವು ಬೆಚ್ಚಿ ಬಿಟ್ರೆ ರೆಸ್ಟ್ಗೆ ಬೇಕಮೊತ್ತಿಗೂ ഒരു 2 ടേബിൾ സ്പൂൺ അത്ര ഓയിലിൽ നല്ല ആക്കിയിട്ട് അതിക്ക് ഗ്രീസ് ആക്കിയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഞങ്ങൾ ഡോരെ പ്രിപ്പയർ ആക്കിയിട്ട് അതിന് മേലേക്ക് 2 ടേബിൾ സ്പൂൺ അത്ര ഓയിലിൽ ഗ്രീസ് ആക്കിയിട്ട് ഞങ്ങൾ മുച്ചിട്ട് വെച്ച് വിടുക പിന്നെ ഞങ്ങൾ അതിൽ പത്ര ആക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈസി ആവും പിന്നെ ഞാനിവിടെ 2 പൊട്ടാറ്റോ എടുത്തോണ്ടേ 2 പൊട്ടാറ്റോരെ ബോയിൽ ആക്കിയിട്ട് എടുത്തോണ്ടേ ഫൈൻ ചോപ്പായ ഓണിയൻ ആഡ് ആക്കിയതാണ് 1 ചെറിയ ഓണിയന്റെ ഫൈൻ ചോപ്പ് ആക്കിയുണ്ട് പിന്നെ കൊറിയാൻഡർ ലീവ്സും ഫൈൻ ആയിട്ട് ചോപ്പ് ആക്കിയുണ്ട് ഇത്ര ആഡ് ആക്കിയിട്ട് ഞങ്ങൾ ഇതിക്ക് 2 എഗ് ബോയിൽ ആക്കിയിട്ട് അതിൽ യോക്ക് പാർട്ട് ഉണ്ടല്ലേ അതിൽ ആഡ് ആക്കിയാലോന്നു ഇതിൽ ആഡ് ആക്കിയിട്ട് എഗ് വൈറ്റ് നല്ല സണ്ണാക്കിയിട്ട് ഫൈൻ ആയിട്ട് ചോപ്പ് ആക്കിയിട്ട് സൈഡിൽ വെച്ച് കൊടുക്കുക ഇതിക്ക് ഇപ്പൊ ഞങ്ങൾ ടേസ്റ്റ് അക്കോർഡിംഗ് സോൾട്ട് ആഡ് ആക്കിയാലോന്നു സോൾട്ട് ആഡ് ആക്കിയാൽ പിന്നെ 1/2 ടീസ്പൂണിന്റെ അത്ര ഗാർലിക്കും ഓണിയന്റെ പൗഡർ ആഡ് ആക്കിയാലോന്നു ഇത് നല്ല ടേസ്റ്റും നല്ലൊരു സ്മെൽ ഉണ്ട് അത് കഴിത്ത് പിന്നെ ഇതിക്ക് ഞങ്ങൾ ഇപ്പൊ കോൺഫ്ലോർ ആഡ് ആക്കിയാലോ 1.5 ടീസ്പൂണിന്റെ അത്ര കോൺഫ്ലോർ ആഡ് ആക്കിയാലോന്നു കോൺഫ്ലോർ ഇട്ടെങ്കിൽ നമുക്ക് ഒരു തെല്ല് സ്റ്റിഫ്നെസ് കിട്ടുക കഴിത്ത് ആഡ് ആക്കിയോളൂ പിന്നെ ഒരു 2 ടേബിൾ സ്പൂണിന്റെ അത്ര മൈദ പ്ലെയിൻ ഫ്ലോർ ആഡ് ആക്കിയാലോന്നു ഇത് ആഡ് ആക്കിയിട്ട് ഇതിൽ ഒട്ടുകെ ഞങ്ങൾ ഇതിൽ പിന്നെ റൈസ് ഫ്ലോർ ഉണ്ടല്ലേ അത് ആഡ് ആക്കിയാലോന്നു കൂടി ഞങ്ങൾ ഇത് ഇപ്പൊ ആക്കിയിട്ടുള്ളേ എഗ്ഗോ പിന്നെ പൊട്ടാറ്റോറോ ക്രഞ്ചി ബോൾസ് ആക്കിയിട്ടുള്ള ನಾನು സോഫ്റ്റ് ആൻഡ് ക്രഞ്ചി ബോൾസ് ആക്കിയിട്ടുള്ളേ പരത്തില് ക്രഞ്ചി പോലെ ആയിട്ട് ഉൾഗത്തില് സോഫ്റ്റ് ആയിട്ട് ഇക്കറ് ഇതൊരു സ്നാക്സ് പോലെ നിങ്ങൾക്ക് ആക്കാം നിങ്ങളെ പാർട്ടീസിലും എല്ലാം യൂസ് ആക്കാം ഇപ്പൊ ഞാനിവിടെ റൈസ് ഫ്ലോർ ആഡ് ആക്കിയാൽ പിന്നെ നല്ല ഇതെല്ലാം ഒട്ടുകു സ്മാഷ് ആക്കിയോണ്ട് പൊട്ടാറ്റോറ് പിന്നെ എഗ് എല്ലാത്തും മിക്സ് ആക്കിയാലോന്നു എന്തും ലംസ് ഇല്ലാത്ത പോലെ സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് പോലെ ഞങ്ങൾ ഇതിരെ സ്മാഷ് ആക്കി എടുത്തോളൂന്നു നല്ല സ്മാഷ് ആക്കിയിട്ട് ഇപ്പൊ ഇതിക്ക് ഞങ്ങൾ ഫൈൻ ആയിട്ട് ചോപ്പ് ആക്കി വെച്ച് എഗ് വൈറ്റും ഗ്രീൻ ചില്ലി ഉണ്ടല്ലേ ഞാൻ ഒരു ഗ്രീൻ ചില്ലിരെ ഫൈൻ ആയിട്ട് ചോപ്പ് ആക്കിയോണ്ട് അതിൽ ആഡ് ആക്കിയിട്ട് നല്ല ഇതാക്കിയിട്ട് ഇതിരെ സൈഡിൽ ഇങ്ങനെ വെച്ച് വിടുക ഇപ്പൊ ഞങ്ങൾ പത്രക്കാക്കി വെച്ചിരുന്നല്ലേ പിട്ട് അതില് റൈസ് ചപ്പാത്തി ആവട്ടെ റൈസ് റോട്ടി ആവട്ടെ നിങ്ങൾ ചെല്ലാം ഇപ്പത്തെ മാംഗ്ലൂർ സൈഡ് കേരള സൈഡെല്ലാം പത്ര ചെല്ലാറ് സോ ഇതിലിങ്ങനെ ഒരു മെഷീനിൽ വെച്ചിട്ട് ഒത്തിയെടുത്തിട്ട് റൈസ് റോട്ടീസ് പ്രിപ്പയർ ആക്കി എടുക്കുക ഈസി ആയിത്തേക്ക് തിന്നുക അത്രമേ നല്ല ആയിത്തേക്ക് ടേസ്റ്റ് ആയിത്തേക്ക് സോ മാംഗ്ലൂർ സൈഡ് ഒരു സ്പെഷ്യൽ ആയിത്തേക്ക് പത്ര ചെല്ലത് സോ ഇതിലിങ്ങനെ എടുത്തിട്ട് ഈസി ആയിട്ട് കയ്യിൽ റിമൂവ് ആക്കുക വണ്ടി ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ ഇതാക്കി എടുത്തെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇതില് 2 സൈഡും ಸೇಮ್ ನಂಗೆ ಚಪಾತಿ ಹಾಕಲ್ಲಿ ಅದೇ ಪಲ್ಯ ಇದ್ರ ಟರ್ನ್ ಹಾಕ್ಕೊಂಡು ಕುಕ್ ಹಾಕಿ എടുക്കണം ഒരു സൈഡ് ഇങ്ങനെ ഫ്ലഫി പോലെ ಬಂದಂಗೆ അതിന് ഇങ്ങനെ തെല് പ്രസ് ആക്കിയിട്ട് അതിൽ എടുത്തു വിടണം സോ ഇതേ പോലെ ആക്കിയിട്ട് ഞാൻ എല്ലാം പത്രമാക്കി എടുത്തോളേ ഇങ്ങനെ മിഡിൽ തവത്ത് ഓയിൽ ഗ്രീസ് ആക്കിയെങ്കിൽ ഞങ്ങളുടെ പത്രം ഉണ്ടല്ലേ റൈസ് റോട്ടി ഇങ്ങനെ തവത്തിൽ സ്റ്റിക്ക് ആവില്ല ഈസിലി ആയിട്ട് അത് അതേ ടേൺ ആവും ഇങ്ങനെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ റിമൂവ് ആക്കുക പിന്നെ ഞാൻ ಪತ್ರ ಹಾಕಿ ಹೊಂಟಿಕೊಂಬತ್ತಿಗೂ ಮಮ್ಮ ಬ್ರದರ್ ಬಂಡೆ ಚಂತಿನಾರು ನನ್ನೊಟ್ಟಿಗೂ ಕಸ್ಟರ್ಡ್ ಪೌಡರ್ ತಿಂತಿಂತು ಸೊ ಕಸ್ಟರ್ಡ್ ಪೌಡರ್ ನಾನು ಅಂಗಳೊಟ್ಟಿಗೂ ಬಿಲ್ಪಾಟಿನ್ನೆ പിന്നെ ತೆಲು ಪರಮೊತ್ತಿಗೂ ಫ್ರೂಟ್സും കൊമ്പരಗೂ ಚಂತಿನ್ನೆ ಸೊ ಬ್ರದರ್ പിടിച്ചോണ്ട് ಬಂತೀನಿ ನಾನು ಸೊ ನಾವು ഇവിടെ 1.5 ടീസ്പൂൺ എത്ര 1/2 ലിറ്റർ മിൽക്ക് കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് ഫസ്റ്റ് കോൾഡ് പാലുകൾ ഞാൻ മിക്സ് ആക്കി കൊണ്ടില്ലേ അതിൽ പിന്നെ തെಲು നല്ല മിക്സ് ആക്കിയാൽ പിന്നെ ലംസ് എല്ലാം ഇല്ലാത്ത പോലെ ആയാൽ പിന്നെ ഞാൻ ഇവിടെ ജാഗ്രി യൂസ് ആക്കറോ ഷുഗർ കാന ಬೆಟರ್ ಜಾಗ್ರಿ ಐತಿಕ ಸೊ ನಾನು ಜಾಗ್ರಿ ಇಟ್ಟಿದ್ದೆ ಕಸ್ಟರ್ಡ್ ಹಾಕಿ എടുത്തോണ്ടു ഇവിടെ നല്ല ಬೆಚ್ಚ ആയാൽ പിന്നെ അതിൽ ഇത്ര ഒരു തിക്നെസ് വന്നാൽ പിന്നെ ഇതിൽ ചപ്പ ആവുക വെച്ച് ಬಿಡ್ರೆ
അതിൽ പിന്നെ നല്ല ചപ്പായൽ പിന്നെ ഉണ്ടല്ലേ ഇത് ആപ്പിളും പിന്നെ ബനാന പിന്നെ പൊമഗ്രാനൈറ്റ് ഉണ്ടല്ലേ അത് ആഡ് ആക്കിയോണ്ട് അത് ആഡ് ആക്കിയിട്ട് നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ನಾನು ഫ്രീസറിൽ വെച്ച് പുട്ടുന്നെ തിന്നേരം നല്ല ಬೇಗನೆ ಕೋಲ್ಡ್ ಆವಟ್ಟು ಎಂದಿಚನೆ ಆಲ್ಮೋಸ್ಟ್ ಲೇಟ್ ಆಯ್ತು ಮಗ್ರಿಬ್ ಬಾಂಗಾವುಗು ಟೈಮ್ ಆಗಿ ಬಂದಂತ ಅದಕ್ಕೈತೆ കൂടി ನಾನು എഗ് പൊട്ടാറ്റോറി ക്രഞ്ചി ബോൾസ് ആക്കുക വെച്ചിരുന്നല്ലേ സോ അതിന് ഞാൻ ഈ ടൈപ്പിൽ ഒരു ഷേപ്പ് കൊടുക്കറേ നിങ്ങൾക്ക് ഇഷ്ടം വന്ന പോലെ ഷേപ്പ് കൊടുക്കുക സ്ക്വയറില് റൗണ്ടിലോ അങ്ങനെ കൊടുത്തിട്ട് ഇതിരെ ഗോൾഡൻ കളർ ആവടത്തോളം ഞങ്ങൾ ഫ്രൈ ആക്കി എടുക്കുന്നു വേഗമേ ആവുള്ളൂ പിന്നെ ടൈമും ഇല്ലാത്തതിന് ನಾನು ಬೇಗമേ ആക്കി എടുത്തോണ്ടേ ಒಂದು സൈഡ് പത്ര ആക്കിയിട്ട് ഒരു സൈഡ് കസ്റ്റർഡ് എല്ലാം ആക്കിയിട്ട് പിന്നെ ಬೇಗമേ ഇതെല്ലാം ആക്കിയിട്ട് എടുത്തോണ്ടേ സോ ഇങ്ങനെ ഗോൾഡൻ കളർ ആയ പിന്നെ ഞങ്ങൾ ഇതിരെ എടുത്തു വിടുന്നു എല്ലാം ನಾನು നല്ല ഓയിൽ നല്ല ഹീറ്റ് ആക്കിയ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണേ അപ്പൊ ഉൾക്കത്തോളം നല്ലായിട്ട് അത് വേവരും ഇല്ലെങ്കിൽ അത് ഉൾക്കത്തില് എന്ത് വെച്ചാൽ പൊട്ടാറ്റോ എല്ലാം വെന്തിര് ബട്ട് ഞങ്ങൾ ഫ്ലോർ ആഡ് ആക്കിരല്ലേ അത് ഉൾക്കത്തിൽ സ്റ്റിക്കി പലയിക്കും സോ ഞങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഗോൾഡൻ കളർ അവിടെ പോലെ വേവാട്ടിട്ട് എടുത്തെങ്കിൽ ലോ ഫ്ലെയിമിൽ ഉൾക്കത്തോളം നല്ലായിട്ട് വേവിടും സോ ഉൾക്കത്തും നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ നല്ലായിട്ട് എനിക്ക് നണ്ടേലോണ്ട് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു സ്നാക്സിനെ നിങ്ങൾ ഇൻഷാല്ല ഇന്ന് നെക്സ്റ്റ് നോമ്പില് ട്രൈ ആക്കൂ സോ ഇങ്ങനെ ನಾನು ഇന്നത്തെ ഈ നോമ്പിന്റെ പ്രിപ്പറേഷൻ എല്ലാം ആക്കി എടുത്തോണ്ട് വേഗമേ ನೀವು ഇൻഷാല്ല ഇങ്ങനെ എല്ലാം വേഗം ആക്കി എടുക്കൂ ഈ കണ്ണപ്പ എൻ്റെ മമ്മ ആക്കിക്കൊണ്ട് തിന്ത് പ്രോൺസ് കണ്ണപ്പ നല്ല ഒരു ടേസ്റ്റ് ആയി തിന്ത് ഇൻഷാല്ല ഇതിന്റെ റെസിപ്പിയും ഞാൻ വേഗമേ അപ്ലോഡ് ആക്കറേ നിങ്ങൾ ഇന്നത്തെ ഈ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായെങ്കിൽ പിന്നെ ഇന്നത്തെ ഇങ്ങനെ പ്രിപ്പറേഷൻ എല്ലാം ഇഷ്ടമായെങ്കിൽ ഒരു ചെറിയായിട്ട് മെനുവിൽ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം പ്രിപ്പയർ ആക്കി എടുക്കാം ലൈക്ക് ആയെങ്കിൽ സബ്സ്ക്രൈബ് ആക്കൂ ഷെയർ ആക്കൂ കമന്റ് ആക്കൂ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കാത്തങ്ങനെ സബ്സ്ക്രൈബ് ആക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്